നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഏപ്രിൽ 1, അതായത് ഏപ്രിൽ ഫൂളാക്കുന്ന ദിവസം അല്ലേ? രാവിലെ തന്നെ ഞാൻ പല പ്രാവശ്യം ഏപ്രിൽ ഫൂളായി. പക്ഷേ നമ്മൾ എന്തിനാണ് ഫൂളാക്കുന്നത്? എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫൂൾസ് അല്ലേ? നമ്മളെ ഫൂളാക്കുന്ന കുറേ ആൾക്കാരില്ലേ? പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന കുറേ ആൾക്കാരും, പ്രീസ്റ്റുകൾ, പുരോഹിതന്മാരും. സോ പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരുടെയും മുൻപിൽ നമ്മൾ വെറും വിഡ്ഢികൾ മാത്രമല്ലേ? എത്ര കൊണ്ടാലും നമ്മൾ അറിയില്ല, എത്ര അടി കിട്ടിയാലും അറിയില്ല. പിന്നെയും നമുക്ക് ഒരു മിഠായി വെച്ച് നീട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വെച്ച് നീട്ടിയാൽ പുറകെ പോകുന്ന നായ്ക്കളെ പോലെയല്ലേ നമ്മൾ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും വിഡ്ഢികളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു വിവേകമുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട് എങ്ങനെ പോകുന്നു? നമ്മൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണത്രേ, അല്ലെങ്കിൽ എല്ലാവരും പ്രബുദ്ധരാണ്. എവിടെയാണ് ഈ പ്രബുദ്ധത? 10ാം ക്ലാസ്സിൽ എല്ലാവരെയും, ഏത് വെട്ടിക്കുട്ടിയെയും ജയിപ്പിച്ച് വിടുമ്പോൾ അവൻ അടുത്ത +1 +2 എത്തുമ്പോൾ അവന് എന്താ ചെയ്യുക? അവൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുക്കും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പോവും. ഡിഗ്രിയും കഴിഞ്ഞിട്ട് അത് വർഷങ്ങൾ കൊണ്ട് പാസ്സാവും. ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മിക്കവാറും എൻജിനീയറോ ഡോക്ടറോ ആക്കാനായിരിക്കും. അവർ NRI ആണെങ്കിൽ കോടികൾ കൊടുത്ത് ഏതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറാകാൻ ചേർക്കും. കൊച്ചൊന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കൊച്ച് വർഷങ്ങളോളം തോറ്റ് കിടക്കും, ഇല്ലെങ്കിൽ ഭ്രാന്തനായിട്ട് പോവും. ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്? എവിടെയാണ് നമ്മൾ വിജയിച്ചത്? ഇത്രയും വർഷം, അതായത് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായ എന്തെങ്കിലും വികസനങ്ങൾ ഒന്നെടുത്ത് പറയാമോ? കുറച്ച് കാര്യങ്ങൾ ഈ സ്റ്റേറ്റിൽ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ്റുകളെ മാറി മാറി വരുന്ന നമ്മുടെ ഗവൺമെൻറ്റുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു പുതിയ അവസരം ആർക്കെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് മാറുമോ എന്നും അറിയില്ല. നമ്മളെപ്പോഴും എന്ത് പറയുക, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന സ്ഥിതി തന്നെയാണ് നമ്മൾ. പിന്നെ കുറേ പേർ അവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അവർ എല്ല് നുറുക്കെ പണിയെടുത്ത് അവർ നല്ല രീതിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ സാമ്പത്തികമായി പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിനും ഇതാ അറുതി വരാൻ പോകുന്നു അല്ലേ? യുദ്ധം ആഗോളതലത്തിൽ ബാധിച്ചിരിക്കുമ്പോൾ ഇനി ആഗോളതലത്തിൽ റിസഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇവിടെ നാണയപ്പെരുപ്പം വരും അല്ലേ? ചിലപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ നമ്മുടെ ATM നമ്മൾ എടുക്കാൻ പറ്റാതെ ഈ ഓൺലൈൻ സിസ്റ്റംസ് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക? നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളങ്ങ് അകമഴിഞ്ഞ് ചിലവഴിക്കുകയല്ലേ. നാളെ എന്ത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാറ് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ ഗൾഫ് എന്ന് പറയുന്ന സ്വർഗത്തിൽ, ആ ഗൾഫിലെ സ്വർഗങ്ങളെല്ലാം ഇടിഞ്ഞ് താഴുകയാണെങ്കിൽ അവിടത്തുകാർ നോക്കുമോ, അതോ അവിടെ വന്ന് താമസിക്കുന്ന അതിഥികളെ അവർ നോക്കുമോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്ത് കണ്ടിട്ടാണ് നമ്മൾ നിഗളിക്കുന്നത്? ഇനി അമേരിക്കയിൽ തന്നെ സാമ്പത്തിക റിസഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്താകമാനം ഉള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ നാണയപ്പെരുപ്പം ഉണ്ടാവാൻ അത് പറയേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ധനങ്ങൾ കിട്ടാതെ വരും. ഈ ഒരാളിന് വേണ്ടി വില കൂടിയ കാർ ഓടിച്ച് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പബ്ലിക്കായിട്ടുള്ള വെഹിക്കിൾ സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ മുൻകൂട്ടി കാണ്. നാളെ നിങ്ങൾക്ക് പെട്രോളിന് പകരം മണ്ണെണ്ണ ഒഴിച്ച് ഓടിക്കാൻ പറ്റുമോ? ഇനി ഇലക്ട്രിക്കൽ വാഹനമാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അതിനൊരു പരിധി ഉണ്ടല്ലോ. പാവപ്പെട്ടവരുമാണ് കൂടുതൽ ബാധിക്കുക. ഒത്തിരി കോടീശ്വരന്മാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, അതെടുക്കാൻ പറ്റണ്ടേ അവർക്ക്? നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റം മുഴുവൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം ഓർത്തുകൊണ്ടാണോ നിങ്ങൾ പെരുമാറുന്നത്? അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം രാഷ്ട്രത്തലവന്മാരാൽ അവരുടെ തലയിൽ വരുന്ന ഭ്രാന്തമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, അതുണ്ടാക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ ചില മതങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള തീവ്രവാദ ശ്രമങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ, ചില രാജ്യങ്ങൾ മാത്രം സ്വന്തം സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയുള്ള ഒരു ആഗോള യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് ആയുധം കൊണ്ടാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു കെടുതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ, നമ്മൾ നാളെ എങ്ങനെ ജീവിക്കും? നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. ഉള്ളി വറുത്തിട്ട കഞ്ഞിയും അതുപോലെ തന്നെ
പ്ലാവിലെ കുമ്പിളെടുത്ത് കഞ്ഞി കുടിക്കുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇന്ന് അർമാദിക്കുന്ന ജനങ്ങളെല്ലാം അന്ന് വിഷമാവസ്ഥയിലാവും, സങ്കടാവസ്ഥയിലാവും. ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടി വരുമോ? ഞാൻ അതുപോലെ തന്നെ മൾട്ടി സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്നു, റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവിടെയൊക്കെ താമസിക്കുന്നു, റിസോർട്ടുകളുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമില്ല. ഒരു യുദ്ധം മതി എല്ലാം ഇല്ലാതാക്കാൻ. സോ വി ആർ ഫൂൾസ് ഓൾ ദ ഡേയ്സ്. ഓക്കെ.